ആദിമപിതാവായ ആദം അലൈഹിസ്സലാം മുതൽ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാർക്ക് ഈ ലോകത്തിന്റെ തമ്പുരാൻ അവതരിപ്പിച്ച ഏതൊരു ദർശനത്തിന്റെ പേരാണോ അതാണ് ഇസ്ലാം. ലോകത്തിന്റെ ഏത് നാഗരികതകളിലും ഇസ്ലാം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? ജാതീയതയുടെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, ഭാഷയുടെ, സങ്കുചിതമായ ദേശീയത്വത്തിന്റെ ചിന്തകൾക്കതീതമായി ഏത് ചെറ്റക്കുടിലെ സാധാരണക്കാരന്റെ ഹൃദയാന്തരാളങ്ങളിലും ചോദ്യചിഹ്നമായി കടന്നു വരുന്ന ഇസ്ലാമിന്റെ മാനവിക ദർശനം അത് ലോകം കാണരുത്, അത് ലോകമറിയരുത്. ഇസ്ലാമിന്റെ കാരുണ്യം ലോകമറിഞ്ഞാൽ സാമ്രാജ്യത്വ ശക്തികൾക്ക് ജീവിക്കാൻ അവിടെ വകുപ്പ്. ഇസ്ലാമിന്റെ സുന്ദരമായ സ്ത്രീ സങ്കല്പം ലോകം അംഗീകരിച്ചാൽ പിന്നെ സ്ത്രീയുടെ സൗന്ദര്യം വിറ്റ് കച്ചവടമാക്കുന്ന കച്ചവട കണ്ണുള്ള കഴുകന്മാർക്ക് പിന്നെ എങ്ങനെ ജീവിക്കാൻ കഴിയും? സാമ്രാജ്യത്വം ഏത് കാലഘട്ടത്തിലും ശ്രദ്ധിച്ചു പോന്നിട്ടുള്ളത് അതാണ്. ബോംബെയിൽ നടന്ന കലാപം പോലും അടിസ്ഥാനപരമായി ഒരു മതത്തിന്റെയോ മറ്റൊരു രാജ്യത്തിന്റെ, ഒരു രാജ്യത്തോടുള്ള കടന്നാക്രമണത്തിന്റെയോ ഭാഗമായി തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും വളരെ ഗൗരവമായി പറയുന്നു, ഇന്ത്യ ലോകത്തിലെ രണ്ടാം മാനവ വിഭവശേഷിയുള്ള ഒരു രാജ്യമാണ്. ലോകത്തിലെ രണ്ടാം ഭൂരിപക്ഷ രാജ്യം. മാൾത്തൂഷ്യൻ തിയറി ഓഫ് പോപ്പുലേഷൻ, എന്താ ജനപ്പെരുപ്പത്തെ കുറിച്ചുള്ള മാൾത്തൂഷ്യന്റെ സിദ്ധാന്തം. ഞാൻ എന്തിനാ അത് പറയുന്നത്? ലോകത്ത് അംഗസംഖ്യ കൂടുന്നതിനനുസരിച്ച് ഒരു ബാപ്പാക്ക് 2 മക്കളുണ്ട്, ഒരാള് മന്ദബുദ്ധിക്കാരൻ, ഒരാള് വികലാംഗൻ. എങ്കിൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് ഇത്രേ: വികലാംഗനായാലും മഹാബുദ്ധിജീവിയാകാം. 2 മക്കളിൽ ഒരാൾ മരിച്ചാൽ, 2 ആളുകളിൽ ഒരാൾ മരിച്ചാൽ, ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ, അല്ലെങ്കിൽ 2 ആളുകൾ ആക്സിഡന്റിൽപ്പെട്ടാൽ മൂന്നാമതൊരു കുട്ടി വരാനില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നെടുവീർപ്പുണ്ടാകും. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് 7 മക്കളുള്ള ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ കേടുവന്നാലും ഒരാൾ പഠിച്ചില്ലെങ്കിലും ബാക്കി 6 പേര് പഠിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കാം. ഞാനിത് പറയുമ്പോഴും ഇതെന്തിനാ പറയുന്നത് കേട്ടോളൂ. ഇന്ത്യയിൽ കോടിക്കണക്കിന് മനുഷ്യരുള്ള, 114 കോടി മനുഷ്യരുള്ള രാജ്യമാണ് ഇന്ത്യ. 2008 പിറക്കുമ്പോ അല്ലെങ്കിൽ 2010 ആകുമ്പോ ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി ഇന്ത്യ മാറാനിരിക്കുന്നു. സ്വാഭാവികമായും പോപ്പുലേഷൻ കൂടുമ്പോ മാനവ വിഭവശേഷി വർദ്ധിക്കും. ബുദ്ധിയുള്ള ആളുകളുടെ, ചിത്തശുദ്ധി വരുത്തിയ ബുദ്ധിയുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കും. ഇന്നു തന്നെ ചന്ദ്രനിലേക്ക് നമ്മളൊരു പുതിയ ഉപഗ്രഹത്തെ നിക്ഷേപിച്ചപ്പോ ഏറ്റവും കൂടുതൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബ്രെയിനുകൾ കേരളീയന്റെ ബ്രെയിനാണ്, ഇന്ത്യക്കാരന്റെ ബ്രെയിനാണ്. ലോകരാജ്യങ്ങളിൽ പലതിനെയും നയിക്കുന്നതും പല ചിന്തകളിലും IT വിപ്ലവങ്ങളിലുമൊക്കെ ഇന്ത്യക്കാരന്റെ വലിയ മാസ്റ്റർ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോക സാമ്രാജ്യത്വ ശക്തികൾ ഇത്തരത്തിലുള്ള മാനവ വിഭവശേഷിയുള്ള രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതമായ സമ്പന്ന ശ്രേണികളിലും വ്യാപാര ശ്രേണികളിലും കടന്നക്രമിച്ചുകൊണ്ട് അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും വലിയ വലിയ ബുദ്ധി വർക്ക് ചെയ്യാൻ അവസരമില്ലാതെ, ഇപ്പൊ നമുക്കറിയാം ബോംബെയിൽ കലാപമുണ്ടാകുമ്പോ, നമ്മുടെ നാട്ടിൽ കലാപമുണ്ടാകുമ്പോ ഞാനെങ്ങനെ മതം പറയും, ഞാനെങ്ങനെ ചിന്തിക്കും, ഞാനെങ്ങനെ പഠിക്കും, ഞാനെങ്ങനെ കമ്പ്യൂട്ടറിന്റെ മുമ്പിലിരിക്കും എന്ന ഒരു അരക്ഷിതാവസ്ഥ നമുക്കുണ്ടാകും. ഇറാഖിന്റെ, ഫലസ്തീനിന്റെ, അഫ്ഗാനിസ്ഥാനിന്റെ, കാശ്മീരിന്റെ, പാകിസ്ഥാനിന്റെ, ലബനാനിന്റെ, വിയറ്റ്നാമിന്റെ, ലോകം കീഴ്പ്പെടുത്തിയ കോളനിവൽക്കരണത്തിന്റെയും സമ്പത്ത് അത് സ്വീകരിക്കുവാനും സാമ്പത്തികമായ ഉന്നമനത്തിന് വേണ്ടി ഏതൊക്കെ കാലഘട്ടത്തിൽ സാമ്രാജ്യത്വ ശക്തികൾ ശ്രമിച്ചിട്ടുണ്ടോ, കോളനിവൽക്കരണത്തിന് വിധേയമാക്കിയിട്ടുണ്ടോ, അവിടെ നല്ല ചിന്തകളില്ല, അവിടെ യൂണിവേഴ്സിറ്റികളില്ല, അവിടെ പഠനങ്ങളില്ല, അവിടെ ഗവേഷണങ്ങളില്ല. ഇത് സാമ്രാജ്യത്വ ശക്തികളുടെ പുതിയ അജണ്ടയല്ല, നൂറ്റാണ്ടുകൾ പയറ്റിത്തെളിഞ്ഞ ഒരു അജണ്ടയാണ്. ആ അജണ്ടയാണ് ഇന്ത്യയിൽ പോലും പരീക്ഷിക്കപ്പെടുന്നത് എന്നത് ഇതിന്റെ മറ്റൊരു ഭാഗമാണ്. സഹോദരങ്ങളെ, ഇസ്ലാം പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഞാൻ ആദ്യത്തിൽ തന്നെ പറഞ്ഞു, ഇസ്ലാമിന്റെ കരുണ, ഇസ്ലാമിന്റെ പ്രത്യേകത, ഇസ്ലാമിന്റെ തൊഴിലാളി വർഗത്തോടുള്ള സമീപനം, ഇസ്ലാമിന്റെ നീതി വ്യവസ്ഥ, ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള രാഷ്ട്ര സംവിധാനങ്ങൾ, ഇസ്ലാമിന്റെ ഭരണകൂടം, ഇസ്ലാമിന്റെ ഈ ക്രിമിനലും അതുപോലെ തന്നെ നമ്മൾ കാണുന്ന പല മേഖലയിലുള്ള നടപടിക്രമങ്ങൾ, അത് മാനവ സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെട്ടതിൽ പൂർണ്ണമായി ദൈവീകമാണ് എന്നുറപ്പുണ്ട്. അതുകൊണ്ട് ചൂഷണം നടക്കില്ല,
അതുകൊണ്ട് സ്ത്രീയുടെ സൗന്ദര്യം വിറ്റ് കാശുണ്ടാക്കുന്ന ഹോസ്പിറ്റൽ റിസപ്ഷനിൽ സൗന്ദര്യമുള്ള പെണ്ണിനെ നിർത്തുന്ന കളി അത് ഇസ്ലാം വന്നാൽ കഴിയില്ല. മാംസം വിറ്റ കഴുകക്കണ്ണന്മാർക്ക്, സ്ത്രീയുടെ സൗന്ദര്യം മോന്തിക്കുടിക്കുന്ന കാമാസക്തർക്ക് അത് കഴിയാതെ വന്നാൽ എങ്ങനെ ഉൽപ്പന്നങ്ങൾ വിറ്റയിക്കപ്പെടും? അതുകൊണ്ട് ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടണം. അതുകൊണ്ട് ഇസ്ലാം അത് ടെററിസമാണ്, ഭീകരവാദമാണ് എന്ന് തെളിയിക്കേണ്ടതുണ്ട്. പക്ഷേ മുസ്ലിങ്ങളെ, പക്വമതികളായി ചിന്തിക്കേണ്ട നാം ഖുർആനിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, ഇസ്ലാമിന്റെ ഏറ്റവും മൗലികമായ സിദ്ധാന്തം മനുഷ്യരെ സ്വർഗത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും നരകത്തെക്കുറിച്ചുള്ള ഭയപ്പാടും. ഈ ലോക ജീവിതത്തിന് മൗലികമായ ഒരു ലക്ഷ്യമുണ്ട്. നിന്റെ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്. നീ പഠിക്കുമ്പോഴും പരീക്ഷ എഴുതുമ്പോഴും ഉന്നതമായ ഒരു ജോലി നീ പ്രതീക്ഷിക്കുമ്പോഴും നിനക്കൊരു നല്ല ജീവിതം നീ പ്രതീക്ഷിക്കുമ്പോഴും ആ ജീവിതത്തോടുകൂടി അവസാനിക്കുന്നതല്ല. ഏതൊന്നിന്റെയും ലക്ഷ്യം അപ്പുറത്താണെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം മരണത്തോടുകൂടി അവസാനിച്ചുകൂടാ. അതുകൊണ്ട് നിന്റെ വാക്കിൽ, നിന്റെ പ്രവൃത്തിയിൽ, നിന്റെ ചിന്തയിൽ, നിന്റെ കച്ചവടത്തിൽ, നിന്റെ വസ്ത്രധാരണത്തിൽ, നിന്റെ നാവിന്റെ ചലനത്തിൽ, നിന്റെ ക്രയവിക്രയങ്ങളിൽ, നിന്റെ അയൽപ്പക്ക ബന്ധങ്ങളിൽ, നിന്റെ വിശ്വാസ കർമ്മ ആചാര വൈയക്തിക വൈദേശിക രാഷ്ട്രീയ രാഷ്ട്രാന്തരീയ വിപ്ലവ മേഖലകളിൽ നിനക്ക് ചില സ്ഥാനങ്ങളുണ്ട്. അത് വഹിക്കാൻ, അത് സ്വീകരിക്കുവാൻ, അത് നെഞ്ചിലേറ്റുവാൻ ഇസ്ലാം മനുഷ്യരെ ക്ഷണിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചൂഷണ വ്യവസ്ഥകൾക്ക് നിലനിൽപ്പില്ല. ആയതിനാൽ ഇസ്ലാമിനെ നശിപ്പിക്കേണ്ടത്, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കേണ്ടത് ആളുകളുടെ ബാധ്യതയാണ്. ഇസ്ലാം ലോകത്തോട് എന്തേ പറഞ്ഞത്? ഇസ്ലാം ലോകത്തോട് എന്തേ ആവശ്യപ്പെട്ടത്? ഇസ്ലാം എന്താണ് മനുഷ്യരോട് പറഞ്ഞത്? ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ് വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ ഇല്ലല്ലദീന ളലമൂ മിൻഹും ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസനതി വജാദിലഹും ബില്ലതി ഹിയ അഹ്സൻ. അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ വബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബി ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനുൻ. എന്താ ഈ വചനങ്ങളെല്ലാം പറയുന്നത്? എന്താ ഈ വചനങ്ങൾ പറയുന്നത്? ക്രിസ്ത്യാനികളെ, വേദക്കാരെ, ജൂതന്മാരെ, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, അവരും വേദത്തിന്റെ ന്യായികൾ എന്ന് അവകാശപ്പെടുന്നു. എങ്കിൽ വേദക്കാരെ, തആലൗ, തആലൗ, നിങ്ങൾ വരൂ. നിങ്ങൾ അകന്നു പോകുന്നില്ല, നിങ്ങൾ ഞങ്ങളിലേക്ക് വരൂ, നിങ്ങൾ ഞങ്ങളിലേക്ക് വരൂ. അല്ലേ, നിങ്ങൾ ഞങ്ങളോടൊപ്പം വരൂ, നമുക്കൊന്നിച്ചിരിക്കാം, നമുക്കൊന്നിച്ച് വേദി പങ്കിടാം. അടിസ്ഥാനപരമായ ഒരു കാര്യത്തിന് അതെന്താണ്? തആലൗ ഇലാ കലിമത്തിൻ, ഒരു കലിമത്തിലേക്ക്, സവാഇൻ, സമമായ ഒരു കലിമത്തിലേക്ക്, തുല്യമായി പറയാൻ പറ്റിയ ഒരു കലിമത്തിലേക്ക്, മനസ്സെല്ലാം സ്വീകരിക്കുന്ന ഒരു കലിമത്തിലേക്ക് നിങ്ങൾ വരൂ. സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ്. നിങ്ങൾക്കും നിങ്ങളുടെയും ഞങ്ങളുടെയും ദൈവം ഏകനായ ദൈവമാകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രഖ്യാപനം സംഘർഷം വർദ്ധിപ്പിക്കുകയാണോ സംഘർഷം കുറയ്ക്കുകയാണോ? ഈ പരാമർശം സംഘർഷം കൂട്ടുകയാണോ സംഘർഷം കുറയ്ക്കുകയാണോ? ഒന്നിച്ച് ഭിന്നിച്ചു നിന്നവരെ വ്യത്യസ്ത ദൈവങ്ങളുടെ പേരിൽ എന്റെ ദൈവം, നിന്റെ ദൈവം, അതിന്റെ ദൈവം, ആ ദൈവത്തിന്റെ കഴിവെങ്ങനെ, നിന്റെ ദൈവത്തിന്റെ കഴിവുകേടെങ്ങനെ എന്ന് വാദിച്ച മുഴുവൻ സമൂഹത്തോടും താലോ, വരൂ, ബാലാ, ജോസഫേ, സാറാമേ, ഏലിയാമേ, വാ, തമ്മ തല്ലേണ്ടതല്ല, ഒന്നാവേണ്ടതാണ്, ഒറ്റ ദൈവത്തിന്റെ അടിമകളാണ് എന്ന് പറഞ്ഞതാണോ ഇസ്ലാം ലോകത്തോട് കാണിച്ച ഭീകരത? ഇസ്ലാം ലോകത്തോട് കാണിച്ച തീവ്രത ആണോ? അങ്ങ് ബോംബെയിൽ മുമ്പ് ബി.ആർ. അംബേദ്കറിന്റെ പ്രതിമയിൽ ചെരുപ്പ് ചാർത്തിയതിനെ അനാദരിച്ചു, കലാപമുണ്ടായി. ശേഷം ബോംബെയുടെ മഹാരാഷ്ട്ര ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ ബി.ആർ. അംബേദ്കറിന്റെ പ്രതിമ തകർക്കപ്പെട്ടു, 4 പേര് കൊല്ലപ്പെട്ടു. 1400 വർഷത്തിന്റെ പ്രവാചക ചരിത്രത്തിൽ പ്രവാചകന്റെ പ്രതിമ നശിപ്പിച്ചിട്ട് ഒരു ഈച്ചയെ കൊന്നിട്ടുണ്ടോ ഈ മതം? ഇല്ല. എന്തേ ഇല്ലാത്തത്? ഞങ്ങളുടെ നാട്ടിലൊരു ചെല്ലുണ്ട്, നാഗത്തിങ്ങലാന എന്നെ കുത്തില്ല. അതെന്താ മൂപ്പില്ലാലേ? ഞാൻ നാഗത്തിങ്ങലാനന്റെ അടുത്ത് പോവില്ല, പോയാലല്ലേ കുത്തുക. ഞാൻ ആനന്റെ അടുത്ത് പോകൂല. അതെ, ഞാൻ 2 വീലർമെന്ന് പോകൂല. എന്താ ഭാസ്കര? ഞാൻ 2 വീലർ കയറൂല, ബാക്കിലും കയറൂല, മുന്നിലും കയറൂല. പിന്നെ എങ്ങനെ ഞാൻ ഇന്ന് പോകുക? ഞാൻ ഇല്ല. ഇസ്ലാം
പ്രതിമ നശിപ്പിച്ചിട്ട് ഒരു ഈച്ചരെ കൊല്ലേണ്ട ഗതികേട് ഇസ്ലാമിനില്ല. എന്തേ? പ്രതിമ ഉണ്ടെങ്കിലല്ലേ പൊളിക്കല്, ഉണ്ടെങ്കിലല്ലേ തകരല്? ഇല്ല. ലോകത്തേതെങ്കിലും ഒരു ആചാര്യന് പ്രതിമയില്ലെങ്കിൽ അത് മുഹമ്മദ് നബിക്കാണ്. അതിന്റെ പേരിൽ ലോകത്തിടക്കുന്ന കലാപം കുറച്ചു എന്ന് പറയുന്നത് എന്താണ്? ഇസ്ലാം കലാപത്തെ കുറച്ച് മനുഷ്യർ, ഇസ്ലാമിന്റെ യുദ്ധം പോലും കലാപല്ലാതിരിക്കാനാ, എല്ലാവരുടെയും മനുഷ്യാവകാശത്തിന് വേണ്ടിയാണ്. ഞാൻ നേരത്തെ ചോദ്യത്തിന് ഒരു മറുപടി പറഞ്ഞല്ലോ, ആ ഭരണഘടന രൂപീകരിക്കപ്പെടാൻ വേണ്ടിയാണ് ബദറുണ്ടായത്, ഉഹദുണ്ടായത്, ഖന്തഖുണ്ടായത്, ഖൈബറുണ്ടായത്, ഹുനൈനുണ്ടായത്, മൂത്തയുണ്ടായത്, ഖാദിസിയ ഉണ്ടായത്. 80-ലധികം സൈനിക നീക്കങ്ങളിൽ പ്രവാചകൻ നേരിട്ട് പങ്കെടുത്ത 27 സൈനിക നീക്കങ്ങൾ ഉണ്ടായത്